അധികാരത്തിനപ്പുറം ഒരു പ്രത്യയശാസ്ത്രവും പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇല്ല എന്നെഴുതി വച്ച ജീവചരിത്രമാണ് നിതീഷ് കുമാറിന്റേത്. പോയ പതിറ്റാണ്ടിൽ RJDക്കും BJPക്കും ഇടയിൽ ആയത്തിൽ ആടിയെടുത്ത കസേരകൾ മാത്രമാണ് നിതീഷിനെയും ആ പാർട്ടിയെയും അടയാളപ്പെടുത്തുന്നത്. 1.5 വർഷം മുൻപ് ഓഗസ്റ്റ് 9-ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഞെട്ടിച്ച ബ്രേക്കിംഗ് വാർത്ത നിതീഷ് NDA വിടുന്നു എന്നായിരുന്നുവെങ്കിൽ ഇന്നത് NDAക്കൊപ്പം എന്ന് തിരുത്തി എഴുതപ്പെടുന്നു. അത്രമാത്രം. അതിനിടയിൽ പ്രതിപക്ഷത്തെ പാർട്ടികളെ പെറുക്കിയെടുത്ത് ഇന്ത്യ മുന്നണി ഉണ്ടാക്കി. അതിന്റെ ആദ്യ യോഗത്തിൽ അധ്യക്ഷനായി. ഒടുവിൽ തിരഞ്ഞെടുപ്പിന് എണ്ണിയെടുക്കാൻ മാത്രം നാളുകളുള്ളപ്പോൾ നിതീഷിനു മാത്രം വഴങ്ങുന്ന അതേ കാലുമാറ്റം. ഒരു വാതിലും അടച്ചിട്ടില്ല എന്ന പഴയ വിശ്വസ്തന്റെ കൈചേർക്കൽ. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിച്ചുവെന്ന വീമ്പ് BJPക്ക് സ്വന്തം. കയ്യിലേക്ക് ഒരു വമ്പൻ ഭൂമിക കൂടി. ഇന്ത്യ തകർന്നോ? നിതീഷ് മറുകണ്ഠം ചാടിയോ? മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തിയോ? BJP അജയ്യരോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, CPMൽ നിന്ന് ശ്രീ V വസീഫ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ KP നൌഷാദ് അലി. വിശദമായ ചർച്ചയിലേക്ക് സ്വാഗതം. വിശദമായ ചർച്ചയിലേക്ക് ശ്രീ KP നൌഷാദ് അലി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രതിപക്ഷ ഐക്യനിരയുടെ നെടുന്തൂൺ കടയറ്റു വീണിരിക്കുന്നു എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ BJPക്ക് കഴിയുന്നുണ്ടോ? അതിനുവേണ്ടി അവർ അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത ഒരു വലിയ സ്ഫോടക ശക്തിയുള്ള ഒരു ബോംബ് മാത്രമായിരുന്നോ നിങ്ങളുടെ ഈ നായകൻ? മധു, കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിതീഷ് കുമാറിനെ വിശേഷിപ്പിച്ചത് ഹാബിച്വൽ അസാൾട്ടർ എന്നായിരുന്നു. അതുപോലെ തന്നെ BJP നേതൃത്വം ഒന്നടങ്കം അദ്ദേഹത്തെ മിസ്റ്റർ ചീറ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. നമ്മൾ നിതീഷ് കുമാറിൻ്റെ ഒരു രാഷ്ട്രീയ കരിയർ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ മതേതര ജനാധിപത്യ സഖ്യത്തെക്കാൾ കൂടുതൽ അദ്ദേഹം BJPയുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. 96-ൽ അദ്ദേഹം സമതാ പാർട്ടി രൂപീകരിച്ചിട്ട് 2013 വരെ അദ്ദേഹം BJPയുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം 98, 2099, 2004 കാലത്തെ വാജ്പേയി മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു കേന്ദ്ര ക്യാബിനറ്റിൽ. അത് കഴിഞ്ഞ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ BJPയുമായി കലഹിച്ച് മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കി RJD കോൺഗ്രസ് സഖ്യത്തോടൊപ്പം ചേർന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും BJPയുടെ കൂടെ തിരിച്ചുപോയി. 2022 വീണ്ടും RJD കോൺഗ്രസ് സഖ്യത്തോടൊപ്പം വന്നു. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു പോകുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കതിനകത്തൊരു സ്ഥിരീകരണമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ മാറിയും മറിഞ്ഞും രാഷ്ട്രീയ പന്ഥാവ് തീർത്ത അദ്ദേഹത്തെ BJPക്കാർ എത്തരത്തിൽ വിശ്വസ്തയോടുകൂടി സ്വീകരിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ തൊട്ടുമുൻപുള്ള ചരിത്രത്തിൽ നിങ്ങൾ എത്രത്തോളം വിശ്വസ്തയോടെയാണ് ഈ പറയുന്ന പ്രതിപക്ഷ ചേരിയുടെ ഒരു നായക സ്ഥാനം എന്ന രീതിയിൽ നിതീഷിനെ സ്വീകരിച്ചതെന്നൊരു ചോദ്യമല്ലേ? അങ്ങ് ഇപ്പോൾ പറയുന്നു നിതീഷ് കുമാറിന്റെ ചരിത്രം പരിശോധിക്കണമെന്ന്. അത്തരം ചരിത്രം പരിശോധിക്കണമെന്ന് തോന്നൽ ഇന്ന് ഈ വൈകിയ വേളയിൽ മാത്രമാണോ പ്രതിപക്ഷ ചേരിക്കുണ്ടാകുന്നത്? ഒരുപക്ഷെ നിങ്ങളുടെ ഈ ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ ഒരു നായകസ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്നുള്ള പല നിരീക്ഷണങ്ങളും പുറത്തു വരുന്നുണ്ട്. കാരണം പ്രതിപക്ഷ നേതൃനിരയുടെ പ്രധാന സ്ഥാനം നിതീഷ് കുമാർ ആഗ്രഹിച്ചിരുന്നു എന്നും മമതാ ബാനർജി അടക്കമുള്ള ആളുകളുടെ ഇടപെടലിനെ തുടർന്ന് അത് സംഭവിച്ചില്ല എന്നും കേജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലിനെ തുടർന്ന് അങ്ങനെ സംഭവിച്ചില്ല എന്നൊക്കെയുള്ള പല നെറേറ്റീവുകളും പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെയാണ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന് സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിലെ കൺവീനർ സ്ഥാനമൊക്കെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. നിതീഷ് കുമാറിനെ നിങ്ങൾ അത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത് ശരിയല്ല. പക്ഷേ അദ്ദേഹമാകട്ടെ ഇനി ചെറിയൊരു പാർട്ടിയെങ്കിലും ആകട്ടെ പുറത്തേക്ക് പോകുക എന്നുള്ളത് വ്യസനകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഇന്ത്യ മുന്നണി ഒന്നടങ്കം ആടി ഉലയുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇവിടെ പലരും പറയുന്നു ബംഗാളിൽ മമത ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവുകയാണ് എന്ന്. അങ്ങനെ ഒരു അന്തിമ തീരുമാനമൊന്നും അവിടെ വന്നിട്ടില്ല. സമയം ഇനിയുമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ നിലനിർത്താൻ വേണ്ടി അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസ് നിൽക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മിയും കോൺഗ്രസും വേറിട്ട് മത്സരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം കേരളം പോലൊരു സംസ്ഥാനമാണ്. CPMും കോൺഗ്രസും വേറിട്ട് മത്സരിക്കുന്നു എന്ന് പറയുന്നതിന് സമാനമാണ് പഞ്ചാബിലെ സ്ഥിതി. നിങ്ങൾ ഡൽഹിയിലേക്ക് നോക്കൂ. അവിടെ ആം ആദ്മിയും കോൺഗ്രസും വേറിട്ട് മത്സരിക്കുന്നുവെങ്കിൽ അത് മുന്നണിക്കുള്ള സാരമായ തിരിച്ചടിയാണ് എന്ന് ഞാൻ സമ്മതിക്കാം. അപ്പോ ഇതൊക്കെ മുന്നണിക്കകത്തുള്ള സ്വാഭാവിക പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. ശരി. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, പ്രതിപക്ഷ ചേരി ഏറ്റവും കൂടുതൽ വിശ്വസിച്ചൊരു നേതാവാണ് നിതീഷ് കുമാർ. ആ ചേരിക്ക് അവിശ്വസ്തനായി മാറിയിരിക്കുന്ന നിതീഷ് കുമാർ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വസ്തനായിരിക്കും എന്നുള്ളതാണ് ശ്രീ KP നൌഷാദ് അലിയുടെ ചോദ്യം.
ഈ 1.5 വർഷം മുമ്പ് ഇന്ത്യയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് കേന്ദ്ര നേതൃത്വവുമായി തന്നെയുള്ള പടലപ്പിണക്കങ്ങളുടെ പേരിലാണ്. BJP-യുടെ കേന്ദ്ര നേതൃത്വവുമായി തന്നെയുള്ള വലിയ തരത്തിൽ ഒരിക്കലും ഇനി ചേരാൻ കഴിയില്ല എന്ന തരത്തിലുള്ള വലിയ വിള്ളൽ JDU-നും നിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ അദ്ദേഹം വിശ്വസ്തനായി നിങ്ങൾക്കൊപ്പം തുടരുമെന്ന ആത്മവിശ്വാസമുണ്ടോ? ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ശക്തമായ ഒരു പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മതേതര കേരളത്തിൽ നിങ്ങളൊക്കെ വാനോളം എല്ലാ ദിവസവും പുകഴ്ത്തുന്ന ഈ മതേതര കേരളത്തിൽ മതേതര പാർട്ടിയായ CPM-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന CPI-യുടെ ഒരു MLA കോടിക്കണക്കിന് ഹിന്ദു സമൂഹത്തിൻ്റെ അവതാര പുരുഷനായ ശ്രീരാമനെ, സീതയെ, രാമായണത്തെ ഒരുതരം നികൃഷ്ടമായ രീതിയിൽ, നമുക്കിവിടെ സംസാരിക്കാൻ പറ്റില്ല, അത്ര നികൃഷ്ടമായ രീതിയിൽ ഫേസ്ബുക്കിലൂടെ അവഹേളിച്ചു. പക്ഷേ മാതൃഭൂമി അടക്കമുള്ള ഒരു മതേതര ചാനലും അതിനെക്കുറിച്ച് വേണ്ടത്ര ചർച്ച ചെയ്തില്ല. എന്നാൽ അതേ സമയത്ത് അതുപോലെയുള്ള മറ്റ് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, നുപൂർ ശർമ്മയുടെയൊക്കെ സംഭവം ഉണ്ടാകുമ്പോൾ ദിവസങ്ങളോളം വാതോരാതെ പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റ് ചർച്ചകളിലൂടെ അഴിച്ചുവിട്ട മാതൃഭൂമി അടക്കമുള്ള മതേതര ചാനലുകളുടെ ഈ നിസ്സംഗതയും ഈ മൗനവും ഹിന്ദു സമൂഹത്തിൻ്റെ പ്രതിഷേധം കാണാതെ പോകുന്ന ഈ അവസരവാദപരമായ സമീപനത്തെയും അതിശക്തമായി പ്രതിഷേധിക്കാനും എൻ്റെ പ്രതിഷേധം ഈ പ്ലാറ്റ്ഫോമിൽ പറയുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അങ്ങ് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം കൂടി പറയാനുണ്ട്. അത് സംബന്ധിച്ച വാർത്തയും അദ്ദേഹത്തിന്റെ ഖേദപ്രകടനവും ഒക്കെ BJP-യുടെ പ്രതിഷേധവും അടക്കമുള്ള വാർത്തകൾ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ ദിവസവും ഓരോ ചർച്ച എടുക്കുന്നത് ഓരോ തലക്കെട്ടുകളിലാണ്. ആ തലക്കെട്ടിന് താഴെയുള്ള ചർച്ചയിലേക്കാണ് ഞാൻ അങ്ങേ ഇന്നു ക്ഷണിച്ചത്. അത് മറ്റേതെങ്കിലും ബുള്ളറ്റുകളിൽ ഒരുപക്ഷെ അത് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇത് പറഞ്ഞു പോകുന്നതെന്നുള്ള ഈ ചർച്ച അതിലേക്ക് വലിച്ചെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് തുറന്നോളൂ. ഈ ചർച്ച അതിലേക്ക് വലിച്ചഴക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചർച്ച അതിൻ്റേതായ ഫലകത്തിൽ തന്നെ ചർച്ച ചെയ്യാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ പ്രതിഷേധം ഈ ചാനലിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതാരും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നുപൂർ ശർമ്മയുടെ കാര്യം ധാരാളം ചർച്ച ചെയ്യുകയും ചെയ്തു. ശരി, ഞാനതവിടെ നിർത്തുന്നു. നിങ്ങൾ ചോദിച്ച ചോദ്യം ബീഹാറിലെ നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ടതാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പഠിക്കുകയും കാണുകയും ചെയ്തതാണ്. വർഷങ്ങളോളം പ്രതിപക്ഷത്തിരുന്ന് കോൺഗ്രസ് കാണിച്ചിട്ടുള്ള സകല അഭ്യാസ പ്രകടനങ്ങളെയും കണ്ട് മനസ്സിലാക്കി എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്നറിഞ്ഞുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഭാരതം ഭരിക്കുന്നത്. നിതീഷ് കുമാർ എന്നു പറയുന്ന ബീഹാറിലെ മുഖ്യമന്ത്രി, ആ നിതീഷ് കുമാർ ഇന്ന് അപ്പുറത്താണ്, ഇങ്ങോട്ട് വന്നിട്ടില്ല. ആ നിതീഷ് കുമാർ ഇങ്ങോട്ട് വരാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ബീഹാറിലെ സർവേ നടന്നത്. ആ ബീഹാറിലെ സർവേയിൽ തന്നെ പറയുന്നു 25 മുകളിൽ സീറ്റ് MP സ്ഥാനം BJP നേടും എന്നുള്ളത്. സ്വാഭാവികമായും ചരിത്രപരമായ ഒരു പതനമാണ് ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഇടിവെട്ട് ഏറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറയാറുണ്ട്. ഇടിവെട്ട് ഏറ്റവന് പാമ്പ് കടിച്ച ആ രീതി പോലെയാണ് വാസ്തവത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. മമതാ ബാനർജി പറഞ്ഞു ഞങ്ങളില്ല. മമതാ ബാനർജിയോടൊപ്പം AAP പറഞ്ഞു, ആപ്പ് പറഞ്ഞു ഞങ്ങളില്ല. അപ്പോഴാണ് ബീഹാറിലെ ഈ പതനവും ഉണ്ടായിരിക്കുന്നത്. ഇത് അനിവാര്യമായ പതനമാണ്. കാരണം ഒരവിയൽ മുന്നണിയായിട്ടുള്ള ആരാണ് നേതാവ് എന്നറിയാതെ എന്നെ പ്രധാനമന്ത്രിയാക്കുമെന്ന പ്രതീക്ഷയോടെ ഈ ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ നിന്ന് നയിച്ച, അല്ലെങ്കിൽ നയിക്കാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ആ സഖ്യം രൂപപ്പെടുത്താൻ ശ്രമിച്ച ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആദ്യം രാഹുൽ ഗാന്ധി നേതൃസ്ഥാനത്തേക്ക് വരുമെന്ന് വിചാരിച്ചു.
അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഖാർഗെ വരുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ ഞാൻ തഴയപ്പെടും എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി. ഇത് തന്നെയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആരാണ് നേതാവ്, ആരാണ് നിങ്ങളുടെ നേതൃത്വം, ഏതാണ് നിങ്ങളുടെ ചിന്ത, ഏതാണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം, ഏതാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്, ആരെയാണ് നിങ്ങൾ പ്രധാനമന്ത്രിയാക്കുന്നത്, ഇങ്ങനത്തെ യാതൊരു ഉത്തരവും ഈ ചോദ്യങ്ങൾക്ക് അന്ന് ഇന്ത്യ മുന്നണി തന്നിരുന്നില്ല. എന്നാൽ അതേ സമയത്ത് മോഹങ്ങൾ കൊടുത്തു മമതാ ബാനർജിക്ക്, മോഹങ്ങൾ കൊടുത്തു നിതീഷ് കുമാറിന്. പക്ഷെ അതേ സമയത്ത് ഈ മോഹങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഒരു സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചു. ആ സഖ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 നിയമസഭകൾ കീഴടക്കുമെന്നും പ്രഖ്യാപിച്ചു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ സഖ്യം തകർന്ന് തരിപ്പണായി. വടക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം അവർ തകർന്നടിഞ്ഞു. ആകെ തെലങ്കാന മാത്രമാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു മുങ്ങുന്ന കപ്പലാണ് എന്ന് മനസ്സിലായപ്പോൾ മുങ്ങുന്ന കപ്പലിൽ നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെടും. ബുദ്ധിമാനായ നിതീഷ് കുമാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ബുദ്ധിമതിയായ ബംഗാളിലെ മുഖ്യമന്ത്രി അവരും ഓടി രക്ഷപ്പെടുന്നു. രണ്ട് കാര്യങ്ങൾ, ഒന്ന് മുങ്ങുന്ന കപ്പൽ, ഒന്നൊരു അവിയൽ മുന്നണി. ഇതൊന്നും പെട്ടെന്ന് കേൾക്കുന്നതോ പെട്ടെന്ന് സംഭവിക്കുന്നതോ അല്ല. ഈ അവിയൽ മുന്നണി എന്ന് പറയുന്ന പ്രയോഗം ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയതാണ്. അവിയൽ മുന്നണിയല്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടത്. അവർക്ക് സ്ഥിരതയുള്ള ഒരു സർക്കാരാണ് വേണ്ടത്. BJP തന്നെയാണ് അവരുടെ നാച്ചുറൽ ചോയ്സ് എന്നാണ് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത്. ഈ മുങ്ങുന്ന കപ്പൽ എന്ന് പറയുന്ന ഒരു വിഷ്വൽ, ഒരു നറേറ്റീവ് ഇന്ത്യയിലെ വോട്ടർമാർക്ക് മുന്നിൽ വെക്കുകയാണ് BJP. അവിടെ നിന്ന് നിതീഷ് കുമാർ ചാടിയിരിക്കുന്നു, മമതാ ബാനർജി ചാടാൻ ഒരുങ്ങി നിൽക്കുന്നു. ഇന്ത്യ മുന്നണിയോ പ്രതിപക്ഷ ചേരിയോ ജനങ്ങൾക്കൊരു ആശ്രയമേ അല്ല, അങ്ങോട്ട് നോക്കേണ്ടതില്ല എന്ന തുറന്ന പ്രഖ്യാപനം നടക്കുകയാണോ? മാധു, ഇവിടെ നമ്മൾ കാണേണ്ടത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു സംവിധാനം രൂപപ്പെടുത്തുകയാണ്. അത് ഒരു തെരഞ്ഞെടുപ്പ് സഖ്യകക്ഷിയായി ഇപ്പോൾ ഒന്ന് രൂപപ്പെട്ട് അങ്ങനെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാം. എന്തിനാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നത്? എന്തിനാണ് രാജ്യത്ത് ഇങ്ങനൊരു സംവിധാനത്തെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്ത് 60% ജനങ്ങൾ BJPയെ പരാജയപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. BJPക്ക് കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത് വളരെ ന്യൂനപക്ഷ വോട്ടുകളാണ്, വളരെ ചുരുക്കം വോട്ടുകളാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ മുങ്ങുന്ന കപ്പലോ അങ്ങനെ വലിയ അധികായന്മാരോ ഒന്നുമല്ല. ഇവരുടെ ചില തന്ത്രങ്ങളുടെ ഭാഗമായി ഇവർ ഈ രാജ്യത്തെ അധികാര സംവിധാനങ്ങളെയും കോർപ്പറേറ്റുകളെയും ഒക്കെ കൂട്ടുപിടിച്ച് BJP നടത്തുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, ചാക്കിട്ട പിടുത്തമുണ്ട്, എല്ലാമുണ്ട്, നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ചില സ്ഥലത്ത് ഇവർ CBIയെയും അന്വേഷണ ഏജൻസികളെയും ഒക്കെ ഉപയോഗപ്പെടുത്തി ഭീഷണിപ്പെടുത്തുന്നുണ്ട്, പണം കൊടുക്കേണ്ടടുത്ത് പണം കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനം ഉപയോഗിച്ച് വരുതിയിൽ വരുത്താനും ഒക്കെ ശ്രമിക്കുന്ന ഒരു മുന്നണിയാണ് അപ്പുറത്തുള്ളത്. ഇപ്പോൾ പറയാണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു, അതായത് പാമ്പ് കടിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നൊക്കെ. ഇവിടെ ഇടിവെട്ടിക്കാനും അതുപോലെ തന്നെ വിഷമുള്ള പാമ്പിനെ തുറന്നു വിടാനും ഒക്കെ ശേഷിയുള്ള അല്ലെങ്കിൽ അതിനൊക്കെ പരിശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് രാജ്യത്തെ BJP. അതിലൊരു തർക്കവുമില്ല. ഇവിടെ നമുക്ക് എവർക്കും അറിയാം, രാജ്യത്തെ വർഗീയതയെയും ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തെയും ചെറുത്തു തോൽപ്പിക്കണമെന്ന് ഈ രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികൾക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ താല്പര്യമുണ്ട്, അവരുടെ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിനനുസരിച്ച് ഈ രാജ്യത്ത് ഒരു സംവിധാനം ഉയർന്നു വരണം. അതിനൊരു പ്രത്യേക നേതൃത്വം ഉണ്ടാകണം, അല്ലെങ്കിൽ അതിനൊരു സംവിധാനം ഇപ്പോൾ ഈ സമയത്ത് തന്നെ അതിൻ്റെ ലീഡർ ആരാണ്, അതിൻ്റെ കമ്മിറ്റി ഏതാണ്, ആരാണ് ഉപലീഡർമാർ, അതൊന്നും പ്രഖ്യാപിക്കേണ്ടതില്ല. ഇപ്പം നേരത്തെ നൗഷാദ് അലി പറഞ്ഞതുപോലെ കേരളത്തിനകത്ത് BJP വിരുദ്ധ സീറ്റാണ് കേരളത്തിൽ ഉണ്ടാകേണ്ടത്. കേരളത്തിനകത്ത് ഒരു കാരണവശാലും BJP ജയിക്കില്ല. ഇവരിനി എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ നിന്ന് BJP ജയിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇവിടെ മറ്റൊരു മുന്നണിയുടെ ആവശ്യമില്ല. ഇവിടെ CPM-ഉം കോൺഗ്രസും അല്ലെങ്കിൽ ഇടതുപക്ഷവും UDF-ഉം തമ്മിൽ മത്സരിച്ചാൽ ആരാണോ ജയിക്കുന്നത്, ആര് ജയിച്ചാലും ആ ജയിക്കുന്നവർ BJP-ക്കെതിരായിരിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ രാഷ്ട്രീയം. അങ്ങനെ തന്നെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ രാജ്യത്തുണ്ട്. ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും അതുപോലെ തന്നെ ചിലപ്പോൾ BJP-യെ പരാജയപ്പെടുത്താനുള്ള അവസരങ്ങൾ ചിലപ്പോൾ ചില സംസ്ഥാനങ്ങളിലെല്ലാം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ടാകും. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ
ആ സഖ്യം രൂപപ്പെടുത്തിയെടുക്കുകയും അവിടെ BJP വിരുദ്ധ വോട്ടുകളെ ഏകീകരിപ്പിക്കുകയും അങ്ങനെ BJPയെ പരാജയപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മതേതര കക്ഷികളുടെ കൂട്ടായ്മ അതൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ രാജ്യത്ത് BJPയെ പരാജയപ്പെടുത്തുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ നിതീഷ് കുമാറിന്റെ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ടത്, നിതീഷ് കുമാർ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. നിതീഷ് കുമാറിന് സ്വാഭാവികമായിട്ടും BJP നോട്ടമിട്ടിട്ടുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. ജാതി സെൻസസ് നടത്തി ഈ രാജ്യത്തെ BJPക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിയ ഒരു നേതാവാണ് നിതീഷ് കുമാർ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെയൊക്കെ രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നിതീഷ് കുമാറിനെ ന്യായീകരിക്കാനോ അങ്ങനെ ഉറപ്പിച്ചൊരു തെളിമയുള്ള രാഷ്ട്രീയ നിലപാടുണ്ട് എന്ന് പറയുന്നതിലൊന്നും നമുക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷേ നിതീഷ് കുമാർ ഈ പറയുന്ന സംവിധാനം ഈ തെരഞ്ഞെടുപ്പിനകത്ത് BJPയെ തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിന് അടിസ്ഥാനത്തിൽ ഒരു സംവിധാനം രൂപപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച ഒരു നേതാവായിരുന്നു. ഈ രാജ്യത്ത് ഈ ദളിതരുടെയും പിന്നോക്കക്കാരുടെയും എല്ലാം അവകാശത്തിന് വേണ്ടി പോരാടണം. പ്രധാനം ശ്രീ KP നൗഷാദ് മുന്നണി സംവിധാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് ശ്രീ V വസീഫ് പറയുന്നു. എന്തുകൊണ്ട് എത്തിയിട്ടില്ല എന്ന് ജനം തിരിച്ചു ചോദിക്കും. എത്താൻ കഴിയാത്തത് കൊണ്ട്, ഒരു തരത്തിലും ചേർന്നു പോകാൻ കഴിയാത്ത പലതരം താല്പര്യങ്ങളുടെ ഒരു കൂടാരം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അസ്വസ്ഥതകളുടെ ഒരു കൂടാരം എന്ന രീതിയിൽ മാത്രമാണ് എപ്പോഴും അതിൽ നിന്ന് പുകയുന്ന അസ്വസ്ഥതകൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം, ജാതി സെൻസസ് എന്ന് പറയുന്നത് 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിതീഷ് കുമാറാണ് മറുകണ്ഠത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത്. നിതീഷിന്റെ വോട്ട് ബേസ് എവിടെയാണ്? അത് SC OBC വിഭാഗത്തിന്റെ, അതായത് SP-ക്കൊപ്പവും RJD-ക്കൊപ്പവും ഒന്നും നിൽക്കാത്ത മറ്റു വോട്ടുകളുടെ കേന്ദ്രീകരണത്തിലൂടെയാണ് നിതീഷ് ആ വോട്ട് ഉറപ്പിക്കുന്നതും വളരെ ഫലപ്രദമായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ആ നിതീഷാണ് മറുകണ്ഠത്തിലേക്ക് പോകുന്നത് എങ്കിൽ, നമുക്കറിയാം കർപ്പൂരി താക്കൂറിന്റെ ഭാരതരത്ന ഒരു തുറന്ന പ്രഖ്യാപനമായിരുന്നു. അതിൽ നിതീഷ് തന്നെ കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്നത് നമ്മൾ കേട്ടു. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ആയുധത്തെ, ആ അജണ്ടയെ തന്നെ നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ JDU-വിലൂടെ കേന്ദ്ര സർക്കാരും BJPയും. നിങ്ങൾക്കിനി പറയാൻ എന്തുണ്ട് ബാക്കി? മധു, ഈ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആശയം, അതിനെക്കുറിച്ച് താങ്കളുടെ നരേറ്റീവ് തെറ്റാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ത്യ മുന്നണി രൂപപ്പെടുന്നത് BJPയുടെ ഭരണഘടനാ വിരുദ്ധമായ രാഷ്ട്രീയത്തിനെതിരെ, BJPയുടെ വർഗീയ പ്രീണനത്തിനെതിരെ, BJPയുടെ ഏകാധിപത്യ സമഗ്രാധിപത്യ പ്രവണതയ്ക്കെതിരെ, ഭരണഘടനാ സ്ഥാപനങ്ങളെ അരികുവൽക്കരിക്കുന്നതിനെതിരെ, ഇത്തരത്തിലൊക്കെ ജനാധിപത്യപരമായ കാഴ്ചപ്പാടുള്ള മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികളുടെ ആശയ കൂട്ടായ്മയാണ് ഇന്ത്യ മുന്നണി. പിന്നെ നിങ്ങൾ പറയുന്ന അഭിപ്രായ ഭിന്നതകൾ അത് സീറ്റ് പങ്കിടലുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളതാണ്. അതിനെ നിങ്ങൾ ആശയപരമായ ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യമായിട്ട് ചിത്രീകരിക്കരുത്. അത് വളരെ കൃത്യമായ ചർച്ചകളിലൂടെ, വിട്ടുവീഴ്ചകളിലൂടെ അത് ഇന്നല്ലെങ്കിൽ നാളെ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു നിന്നുകൊണ്ടാണ് എന്ന് അങ്ങ് ആലോചിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഈ പറയുന്ന ഒരാശയ പ്രശ്നവും ഇല്ലാതെ എന്ന് നിങ്ങൾ പറയുന്ന ഇടത്ത് നിന്ന് മറുകണ്ഠം ചാടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇന്ത്യ മുന്നണിയെപ്പറ്റി മാധ്യമങ്ങളും BJPയും എന്തു നറേറ്റീവ് പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ നറേറ്റീവ് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോഴാണ് എന്നൊന്ന് ഓർമ്മിച്ചു പോകട്ടെ. ഞാൻ പറയുന്നത് ഇന്ത്യ മുന്നണി എന്ന മുന്നണിയുടെ കുടക്കീഴക്ക് കീഴിൽ എല്ലാ പാർട്ടികളും ചേർന്ന് നിൽക്കുന്നത് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആശയങ്ങളെ മുൻനിർത്തിയാണ്. ആ ആശയങ്ങളുടെ കാര്യത്തിൽ ആർക്കും ഇവിടെ യാതൊരു അഭിപ്രായ ഭിന്നതയില്ല. നിങ്ങൾ പറയുന്ന നിതീഷ് ഒഴികെയുള്ള എല്ലാ ഭിന്നതകളും സീറ്റ് പങ്കിടലും സീറ്റിന്റെ എണ്ണമൊക്കെ സംബന്ധിച്ചാണ്. അത് രാഷ്ട്രീയത്തിൽ പാർട്ടിക്കുള്ളിൽ വരെ സ്വാഭാവികമാണ്, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പരിഹരിക്കപ്പെടും എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. നിതീഷ് കുമാർ ഈ മുന്നണി വിട്ട് പോകുന്ന പക്ഷം, ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല, അങ്ങനെ പോകുന്ന പക്ഷം ഏത് ആശയപരമായ ഒരു നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം പോകുന്നത് എന്നറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. ബീഹാറിലെ ജനതയ്ക്ക് സവിശേഷമായ താല്പര്യമുണ്ടാവും. ഇപ്പോഴും കോൺഗ്രസ് വിചാരിക്കുന്നു? കഴിഞ്ഞ 10 വർഷത്തിനിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ചാഞ്ചാട്ടങ്ങളൊക്കെ കണ്ട കോൺഗ്രസ് മാധു, നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കയറി ഇടപെടല്ലേ. ഞങ്ങളുടെ കാര്യം വളരെ ശാന്തമായി പറയാണ്. നിതീഷ് കുമാർ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം
കോൺഗ്രസിന്റെ അല്ലെങ്കിൽ RJDയുടെ മുന്നണിയിലേക്ക് വരുന്നത് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ സങ്കല്പങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് അതിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നു എന്നാണ് ഞങ്ങൾ എല്ലാ കാലവും വിചാരിച്ചു പോന്നിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തുടങ്ങിയത് അങ്ങനെയായിരുന്നു. പല മലക്കം മറിച്ചിലുകൾക്കും അദ്ദേഹം പിന്നെ സ്വയം നിന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തെറ്റുതിരുത്തി മടങ്ങുന്നു എന്നാണ് കരുതിയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പൊ പോകുന്നത് ഏത് പോയിന്റിലുള്ള ഭിന്നതയാണ് എന്ന് അദ്ദേഹം എന്താ പറയാന്നൊക്കെ നമുക്ക് കേൾക്കാം. ഏതായാലും ബീഹാറിനെ സംബന്ധിച്ച് BJP ചെയ്യുന്നത് വിനാശകാലെ വിപരീത ബുദ്ധിയായിരിക്കും. അവരെ ഈ പറഞ്ഞ ഒരു കീറാമുട്ടിയെ എടുത്ത് തോളത്ത് വെച്ച് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുന്നോട്ട് വരുന്നതിനെ ബീഹാറിലെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് വിലയിരുത്തിക്കൊള്ളും എന്നതിൻ്റെ അപ്പുറത്ത് അതിനെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയാനില്ല. കാരണം അതൊരു ശൂന്യമായ ഒരു വ്യവഹാരമാണ് നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഈ പത്മ അവാർഡുകളും ഭാരതരത്നവും ഒക്കെ ഇത്തരത്തിൽ രാഷ്ട്രീയ സഖ്യങ്ങൾ പിളർത്താനും രൂപപ്പെടുത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാർട്ടി ഈ രാജ്യം ഭരിക്കുന്നു എന്നുള്ളതിനേക്കാൾ വേദനാജനകമായ മറ്റെന്ത് യാഥാർത്ഥ്യമുണ്ട് നമ്മളെയൊക്കെ ഇത്തരത്തിലൊരു ഇന്ത്യ മുന്നണി പോലെയൊരു ഭാഗത്തേക്ക് ചേർത്ത് നിർത്തുന്നതിൽ നിന്ന് തടയാനായിട്ട് വേറെന്ത് വികാരമാണ്, അല്ല ചേർത്ത് നിർത്താനുള്ള കാരണം എന്നതിലുപരിയായിട്ട് വേറെന്ത് കാര്യമാണ് നമുക്ക് വേണ്ടത്? ഞാനൊരു കാര്യം പറയുന്നു മാധു, ഇവിടെ ഈ ഭാരതരത്ന കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ബീഹാറിൽ തന്നെ രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ കർപ്പൂരി ഠാക്കൂറിന് കൊടുത്തു. അവിടെ HAM എന്ന പാർട്ടി, ഒരു ജിതിൻ റാം മഞ്ചിയുടെ ഒരു പാർട്ടി നിലവിൽ BJPയുടെ സഖ്യകക്ഷിയായിട്ടുണ്ട്. ആ പാർട്ടിയുടെ നേതാവ് ഈ മാഞ്ചി പറഞ്ഞത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ സമുദായ നേതാവായ ഒരു ദശരഥ് മാഞ്ചിക്ക് മരണാനന്തരം ഭാരതരത്ന കൊടുക്കണമെന്നായിരുന്നു. അത് നടക്കാതെ വരികയും അദ്ദേഹത്തിന്റെ എതിരാളിയായ നിതീഷ് കുമാർ കടന്നു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പുറത്തേക്കുള്ള പാതയിലാണ്. ഇത്തരത്തിൽ ബീഹാറിലെ രാഷ്ട്രീയം എത്തരത്തിലാണ് പുരോഗമിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇവിടെ BJPക്കാർ സമീപ ദിവസങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ ഒന്നും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതൊക്കെ അങ്ങേക്ക് അറിയാവുന്ന കാര്യവുമാണ്. ശ്രീ അതല്ല ബന്ധിപ്പിക്കാൻ കഴിയും. അല്ലല്ല, ഞാൻ പറയട്ടെ മാധു, അത് പറഞ്ഞു നിർത്താം. ഇവിടെ മഹാഗഠബന്ധൻ എന്ന് പറഞ്ഞ നിതീഷ് ഒഴിവാക്കിയാൽ 8 സീറ്റിന്റെ കുറവ് മാത്രമേ ഭൂരിപക്ഷത്തിന് വേണ്ടതുള്ളൂ. ഇവിടെ 4 സീറ്റുള്ള ഒരു പാർട്ടി വരുമ്പോൾ അത് 4 സീറ്റിന്റെ കുറവായി മാറും. അവിടെ സ്വതന്ത്രനുണ്ട്, OICയുടെ പാർട്ടിക്കാരനുണ്ട്, അതുപോലെ തന്നെ പസ്വാന്റെ മകൻ വേറെയുണ്ട്. ഇതൊക്കെ നിതീഷിന്റെ പാരമ്പര്യ എതിരാളികളാണ്. നിതീഷ് കുമാർ BJPയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന ചില വാർത്തകളുണ്ട്. അത്ര സ്ഥിരീകരണമില്ല എങ്കിലും അതൊക്കെ BJPക്കാര് കുളങ്കലക്കാൻ വേണ്ടി പറയുന്ന വാർത്തകൾ മാത്രമാണ്. കോൺഗ്രസിന് 19 MLAമാരുണ്ട്. അവർ വളരെ സുരക്ഷിതമാണ്. ശ്രീ നൗഷാദ് BJP കേന്ദ്ര നേതൃത്വവുമായുള്ള വലിയ അസ്വാരസ്യങ്ങളെ തുടർന്നാണ് നിതീഷ് കുമാർ പുറത്തേക്ക് പോകുന്നത്. അതായത് നേരത്തെ ശ്രീ നൗഷാദ് അലി പറഞ്ഞ പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമോ BJPക്കെതിരെയും സംഘപരിവാറിനെതിരെയും വലിയൊരു ചേരി ഉണ്ടാക്കി കളയാമെന്ന സ്വപ്നമോ, അതിനൊക്കെ അപ്പുറത്ത് കേന്ദ്ര മന്ത്രിസഭയിലെ പ്രാതിനിധ്യമാണ് അന്ന് അദ്ദേഹം അത്രത്തോളം അസ്വസ്ഥനാകാനുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത് വായിച്ചിട്ടുണ്ട്. അന്ന് ഈ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൊണ്ടുപോയിരുന്ന RCP സിംഗ് അദ്ദേഹത്തെ JDUവിനെതിരെ BJP ഉപയോഗിച്ചു എന്നൊരു ആരോപണം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നീട് സീറ്റ് നൽകാതിരിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ വാർത്തകളിലൊന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഇനി ഇണക്കി ചേർക്കാൻ കഴിയാത്ത തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു അന്ന് പിരിഞ്ഞു പോകുമ്പോൾ. പിന്നെ BJPക്കെതിരെ ഒരു വലിയ യുദ്ധത്തിന് അദ്ദേഹം കോപ്പ് കൂട്ടുകയാണ്. അവിടെ നിന്നാണ് അദ്ദേഹം തിരികെ വരുന്നു എന്ന വാർത്തകൾ വരുന്നത്. നിങ്ങൾക്ക് നേരത്തെ നൗഷാദ് ചോദിച്ചു എന്ത് പ്രത്യയശാസ്ത്ര ബന്ധമാണുള്ളത്, എന്ത് ആശയമാണ് അദ്ദേഹത്തെ നയിക്കുക എന്നുള്ളത്. ഈ ആശയത്തിൽ പ്രത്യയശാസ്ത്രത്തിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അതോ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിയുന്ന സീറ്റുകൾ എന്നുള്ളത് മാത്രമാണോ, അതിനും അപ്പുറത്തേക്ക് ഇന്ത്യ മുന്നണിയെ ശിഥിലമാക്കാൻ കഴിയുന്ന ഒരു ആയുധം എന്നുള്ളതൊക്കെയാണോ നിങ്ങളെ നയിക്കുന്നത്? ഞാൻ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി മിസ്റ്റർ നൗഷാദ് അലിയുടെ വർത്തമാനം കേട്ടപ്പം ഒരു നല്ല മലയാള പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വെറുതെ ആണ് ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം എന്നൊരു പാട്ടുണ്ട്, മനോഹരമായിട്ടുള്ള പാട്ട്. ഏതാണ്ട് ആ പാട്ട് പോലെയാണ് കോൺഗ്രസിൻ്റെ വക്താവിൻ്റെ സംഭാഷണം. മോഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അത് നല്ലതാണ്. മോഹിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ അത് വെറുതെയാണ് ആ മോഹം. തൽക്കാലം മോഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് ആരാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ നേതാവ്, ഈ കേരളത്തിലെ സമുന്നതനായ കോൺഗ്രസ് MP, തിരുവനന്തപുരം MP ശശി തരൂർ പറഞ്ഞല്ലോ,
അത് നരേന്ദ്രമോദി തന്നെയാണെന്ന് എല്ലാ യൂട്യൂബ് ചാനലിലും അതിപ്പോഴും കിടപ്പുണ്ട്. അതുതന്നെയാണ് ഇന്നത്തെ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സിലുള്ള സങ്കല്പം. ആ സങ്കല്പത്തിൽ നിന്ന് സ്വാഭാവികമായും രാഷ്ട്രീയ കക്ഷികൾ തങ്ങൾ ഒന്നുമില്ലാതെ തകരരുത്, അനാഥരായി മാറരുത്, ഈ എന്താ പറയുക സർക്കസ് കൂടാരം ടെൻറ്റിങ്ങിനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കസ് കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന ധാരാളം കക്ഷികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ടെൻറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കസ് കൂടാരമാണ്. അതിനുള്ളിൽ ആശയമുണ്ടോ? ഇപ്പം എന്ത് ആശയമാണ്? ഞാൻ തിരിച്ചു ചോദിക്കുക കോൺഗ്രസിൻ്റെ വക്താവിനോട്, നിങ്ങൾക്ക് എന്താ ആശയമുള്ളത്? നിങ്ങളുടെ ആശയം എന്ന് പറയുന്നത് നിഷേധാത്മകമല്ലേ? മോദി വിരുദ്ധത, അതിനപ്പുറത്തൊരു ആശയം നിങ്ങൾക്കുണ്ടോ? എന്താ നിങ്ങളുടെ ആശയം? മോദി അത് ചെയ്തു, കേന്ദ്ര സർക്കാർ ഇത് ചെയ്തു. എന്തായാലും മിസ്റ്റർ കോൺഗ്രസിൻ്റെ വക്താവിനോട് പറയാനുള്ളത്, നൗഷദ് അലി, നിങ്ങൾ 10 വർഷമായില്ലേ ഭാരതം BJP ഭരിക്കുന്നു, നരേന്ദ്രമോദി ഭരിക്കുന്നു, പ്രത്യേകിച്ച് അപകടമൊന്നും നിങ്ങൾക്ക് സംഭവിച്ചില്ലല്ലോ. ഈ ഭാരതത്തിൽ ആർക്കും പ്രത്യേകിച്ച് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല, ഗുണമല്ലാതെ ഒരു ഫാസിസവും വന്നിട്ടില്ല. നിങ്ങൾ ഇന്നലെ എല്ലാ ചാനലിലും എല്ലാ സ്ഥലത്തും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി 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 പറയും, ദേ ഫാസിസം വന്നേ, ദാ കോൺസ്റ്റിറ്റ്യൂഷൻ തകർന്നേ, ദാ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുകളിൽ കയറി അത് കയറിക്കളഞ്ഞ്, ദാ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ടാന്ന് വെച്ച്. ഇതൊക്കെ കുറേ കൊല്ലമായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. 10 വർഷമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ, ഒരു പ്രശ്നവുമില്ലല്ലോ, ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ, നേരത്തെ CPMൻ്റെ പ്രതിനിധി പറയുന്നത് കേട്ടു ന്യൂനപക്ഷമാണെന്ന്. അല്ല സാർ, നിങ്ങൾ പോയിട്ട് കർണാടകയിലെയും അതുപോലെ UP-യിലെയും ബീഹാറിലെയൊക്കെ വോട്ടൊക്കെ ഒന്ന് പഠിക്ക്. 51%, 61% വോട്ട് നേടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലിരിക്കുന്നത്. ഇന്ന് വടക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ശക്തി BJP ആണെങ്കിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി ഇന്ന് BJP ആണ്. നിങ്ങൾ തെക്കേ ഇന്ത്യയിലെ കണക്ക് നോക്കിക്കോ, തെക്കേ ഇന്ത്യയിലും BJP ആണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം MP-മാരുടെ കാര്യത്തിൽ. അപ്പോൾ വടക്കായാലും തെക്കായാലും കിഴക്കായാലും പടിഞ്ഞാറായാലും ഭാരതം മുഴുവനും വളർന്നു നിൽക്കുന്ന വടവൃക്ഷമായി, എന്നാൽ അഴിമതിയുടെ യാതൊരു ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം കൊടുക്കാതെ ഭാരതത്തിൻ്റെ ശ്രേയസ്കരമായ വളർച്ചയ്ക്ക് വേണ്ടി നിതാന്ത ജാഗ്രതയോടുകൂടി ഒരു പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നു. ഈ പറയുന്ന രാഷ്ട്രീയ അഭ്യൂഹങ്ങളാണോ അതോ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാകുമോ? എന്താണ് BJPയുടെ ഈ പ്ലാൻ? അല്ല, അതൊക്കെ കാത്തിരുന്ന് കാണാൻ. ഇത് മാത്രമല്ല, മറ്റു പലതും ഉണ്ട്. ഇപ്പം ഇവരുടെ തെലങ്കാനയിൽ ജയിച്ചു പോയില്ലേ, ആ വ്യക്തി ആരാന്ന് നിങ്ങൾക്കറിയോ? തെലങ്കാനയിൽ ജയിച്ചു പോയി ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ആളുടെ പൂർവ്വചരിത്രം ഒന്ന് പഠിക്ക് പോയിട്ട്. RSSൻ്റെ ശാഖയിൽ കളിച്ചു വളർന്നയാളാണ്. ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതവിടെ കിടക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിതീഷ് കുമാറിൻ്റെ കാര്യം നിങ്ങൾ ചോദിച്ചു, എന്താശയം, ഇവർക്ക് എന്താശയം? ഇവിടെ പാമ്പും കീരിയും പോലെ തമ്മിത്തല്ലല്ലേ CPM-ഉം കോൺഗ്രസും ഈ കേരളത്തിൽ അല്ലേ? അവർക്ക് ഈ വാളയാറിൻ്റെ ചുരം കടന്നാൽ അവരുടെ ആശയം എന്താ? അവരുടെ ആശയം മോദി വിരുദ്ധതയല്ലേ? അപ്പോൾ ഇവർക്ക് എന്താ ആശയമുള്ളത്? ഇവർക്കൊന്നും ഒരാശയവും ഇല്ല. ഇവരുടെ ആശയം എന്ന് പറയുന്നത് ആമാശയമാണ്. ഇവരുടെ ആശയം എന്ന് പറയുന്നത് കട്ട് തിന്നാൻ പറ്റുന്നില്ല മോദിയുടെ ഭരണകാലത്ത്, അതിൻ്റെ വിഷമമാണ്. അല്ലാതെ ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും തകരാറ് സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു മതേതരത്വത്തിനും കോട്ട സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു ജനാധിപത്യത്തിനും കോട്ട സംഭവിച്ചിട്ടില്ല. ഭാരതമാണെങ്കിൽ ഓരോ ദിവസവും ഉയർന്നുയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഹരി കമ്പോളത്തിൽ 4ാം സ്ഥാനം ഹോങ്കോങ്ങിനെ കീഴ്പ്പെടുത്തി. സാമ്പത്തിക ശക്തിയായി 4ാം സ്ഥാനം ലോകത്ത് വിരാജിക്കുന്നു. ലോകം മുഴുവനും അംഗീകരിക്കുന്നു. ലോകം മുഴുവനും നരേന്ദ്രമോദിയെയും ഈ ഭരണത്തെയും അംഗീകരിക്കുമ്പോൾ ഇവിടെ ചില ആളുകൾ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ മോദി അതാണ്, ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ആർക്ക് എന്തു വേണേലും പറയാം, അതിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഞാനതിൽ യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇതൊക്കെ വെറും മോഹങ്ങളാണ്. മലർപ്പൊടിക്കാരൻ്റെ മോഹം പോലെ തകർന്നടിയും 2024 ഇവരുടെ കാഴ്ചപ്പാടും സ്വപ്നങ്ങളും ഇവർക്ക് പരിതപിക്കേണ്ടി വരും. ഇന്ത്യ പ്രതിപക്ഷ ചേരി ഒന്നാകെ നിന്ന് BJP-യെ 2024 തെരഞ്ഞെടുപ്പ് ഗോതയിൽ മലർത്തിയടിക്കും എന്നുള്ളതാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ച സ്വപ്നം എന്ന് പറയുന്നത്. അതൊരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് എന്ന് പറയുന്നു B. ഗോപാലകൃഷ്ണൻ. നമുക്കറിയാം, ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ ഒരു പ്രധാനപ്പെട്ട ഭൂമിക ബീഹാർ.
നിതീഷ് കുമാർ ഇറങ്ങിപ്പോകുമ്പോൾ ബീഹാർ കൂടിയാണ് BJPയുടെ കയ്യിൽ നിന്നങ്ങ് പോയത്. അപ്പോൾ രാജസ്ഥാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാജസ്ഥാൻ പിടിച്ച്, മധ്യപ്രദേശ് പൂർവാധികം ശക്തിയിൽ പിടിച്ച്, അങ്ങനെ അജയ്യരായി നിൽക്കുമ്പോഴാണ് ബീഹാർ കൂടി BJPയുടെ കൈവെള്ളയിലേക്ക് പോകുന്നത് എങ്കിൽ ഒരു ബെൽറ്റങ്ങ് പൂർണ്ണമാവുകയാണ്. അതായത് BJPയുടെ മിഷൻ 400 യാഥാർത്ഥ്യമാകാൻ ഉതകുന്ന തരത്തിൽ തന്നെ അവരെങ്ങനെ എഴുതി വെച്ചോ രാഷ്ട്രീയ സമവാക്യം അങ്ങനെ തന്നെ ഒരു വഴിക്കണക്കും തെറ്റാതെ മുന്നോട്ട് പോവുകയാണോ? അതോ ഇവിടെ BJP പ്രതിനിധി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. ഈ 2022, 23, 2018-നും 22-നും ഇടയിൽ 25,231 യുവജനങ്ങളാണ് തൊഴിലില്ലാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തത് ഈ രാജ്യത്ത്. ഈ രാജ്യത്തുടനീളം ഇവർ പറഞ്ഞിരുന്നത് എന്താ? ഒരു വർഷം 2 കോടി പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നാ. ഇവരുടെ പ്രസംഗങ്ങളുണ്ട്. ഇപ്പൊ പറയുന്നത് പോലെ തന്നെ മനോഹരമായ വാഗ്ദാനങ്ങളുണ്ട്. അതുപോലെ തന്നെ കള്ളപ്പണം പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോട്ട് നിരോധനം നടത്തിയവരാ ഇവര്. എന്നിട്ട് എന്താ ഈ രാജ്യത്ത് സംഭവിച്ചത്? രാജ്യത്തിന് എന്ത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി എന്നുള്ളതാ പറയുന്നത്. ആളോഹരി വരുമാനത്തിൽ എവിടെയാ നമ്മുടെ രാജ്യമുള്ളത്? ഈ രാജ്യം കുത്തനെ താഴോട്ട് പോവുകയാണ്. ഈ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക്, പ്രത്യേകിച്ച് അദാനിമാർക്കാണ് രാജ്യത്ത് മുന്നേറ്റം ഉണ്ടായത്. 609-ാം സ്ഥാനത്തുണ്ടായിരുന്ന അദാനി ലോക നിലവാരത്തിൽ 1, 2, 3 സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അദാനിക്ക് മുമ്പിൽ അടിയറവ് വെച്ചത് കൊണ്ട് മാത്രമാണ്. അദാനിയാണ് ഇവിടെ വികസിച്ചത്, അല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങളല്ല. പട്ടിണി സൂചികയിലെ മിസ്റ്റർ എവിടെയാ ഇന്ത്യയുടെ സ്ഥാനം? നിങ്ങൾ വരുന്ന സമയത്ത് 54 ഉണ്ടായിരുന്നത് ഇന്ന് 111 ഹങ്കർ ഇൻഡെക്സിൽ. ഇതാ രാജ്യത്തിന്റെ പൊതുചിത്രം. ഇവിടെ ഈ സാമൂഹ്യ അന്തരീക്ഷം വല്ലാത്ത രീതിയിൽ തകർത്തില്ലേ നിങ്ങൾ? മണിപ്പൂർ ഇന്നുമുണ്ട് കലാപം. ഈ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും എങ്ങനെ വർഗീയ കലാപം ഉണ്ടാക്കാം എന്ന് ആസൂത്രണം നടത്തുന്നവരാ നിങ്ങൾ. അതിനുവേണ്ടി പരിശ്രമം നടത്തുന്നവരാ നിങ്ങൾ. ഈ രാമക്ഷേത്രത്തിന്റെ പേരിൽ പോലും ഇന്ന് പത്രത്തിൽ വന്ന വാർത്ത 7 സ്ഥലങ്ങളിൽ വർഗീയ സംഘർഷത്തിന് കാരണമായി എന്നുള്ളതാ. സംഘർഷം ഉണ്ടാക്കുന്നു രാജ്യത്തുടനീളം, എന്നിട്ട് ധ്രുവീകരണം ഉണ്ടാക്കുന്നു നിങ്ങൾ. ഇവിടെ ആ ധ്രുവീകരണത്തിലൂടെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ആർജിച്ചെടുക്കാം എന്നുള്ളതാ നിങ്ങൾ പറയുന്നത്. ഞാൻ നേരത്തെ വെച്ച കണക്ക് വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ ഇത്ര ശതമാനം നിങ്ങൾക്കുള്ളത് 37.3% വോട്ട്. ബാക്കി വോട്ട് നിങ്ങൾക്കെതിരാണ് എന്നുള്ളതാ. ആ വോട്ട് സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഒക്കെ നിലനിന്ന് കാണണം എന്നുള്ള ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ആഗ്രഹം. ആ വോട്ടിന് വേണ്ടിയാ പരിശ്രമിക്കുന്നത്. അതിന് നിങ്ങൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്നോ എന്ത് സ്വപ്നമെന്ന് പറഞ്ഞാലും അത് ഈ രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികളുടെ വലിയ താല്പര്യമാണ്. അവരുടെ ജീവൽ പ്രധാനമായിട്ടുള്ള ആവശ്യമായിട്ട് അവരതിനെ കാണുന്നു. എന്ത് വില കൊടുത്തും BJPയുടെ ഈ വർഗീയ രാഷ്ട്രീയത്തെ അധികാരത്തിൽ നിന്ന് താഴോട്ടിറക്കും എന്ന് പറയുകയാണ്. പിന്നെ നിങ്ങൾ അഴിമതി നടത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഈ രാജ്യത്തെ MLA-മാരെ, കോൺഗ്രസ് MLA-മാരെ, പലതരം താല്പര്യങ്ങളുള്ള പാർട്ടികളെ, 10-24 പാർട്ടികളെ അണിചേർക്കുന്നത്. ഇവർക്ക് ആർക്കും ഏതെങ്കിലും മുന്നണിയായി മുന്നോട്ട് പോകണമെന്ന് തരിമ്പും ആഗ്രഹമുള്ളവരല്ല. മമതയാകട്ടെ, നിതീഷ് ആകട്ടെ, ആരും ഒരു തരത്തിലും യോജിക്കാത്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുള്ളവരാണ്. BJPക്കെതിരെ നിൽക്കണം എന്നുള്ളതല്ലാതെ. പക്ഷേ അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഈ എന്തു വില കൊടുത്താലും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. മമതയും നിതീഷും ഇന്ത്യ മുന്നണി രൂപപ്പെടുത്തി കൈപിടിച്ച് നിന്ന് തൊട്ടു പിന്നെയുള്ള മണിക്കൂറുകൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതാ ഞങ്ങളൊരു ശക്തിയായി നിൽക്കുന്നു, ഞങ്ങളിൽ എപ്പോഴും ഐക്യമുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളാണ്. എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് BJP. ഞാനതാ പറഞ്ഞത്. BJP കോർപ്പറേറ്റ് നെക്സസ് ഈ രാജ്യത്തെ വിലക്കെടുക്കാൻ വെമ്പി നിൽക്കുന്നവരാണ്. അവർ പറയുന്ന അഴിമതി നടത്തിയിട്ടില്ല എന്ന്. ഇവരുടെ കയ്യിൽ വലിയ പണമുണ്ട്, കണക്കില്ലാത്ത സമ്പത്തുണ്ട് BJPയുടെ കയ്യിൽ. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ദുർബല മനസ്സുള്ള ഒരു വിഭാഗത്തെ ഇവർ വാങ്ങാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം അന്വേഷണ ഏജൻസികളെ വിടുന്നത്. ഈ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞു കോൺഗ്രസിന്റെ 10 MLA-മാർ ചർച്ച നടത്തിയെന്ന്. രാജ്യത്തെ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ വിവിധ പ്രാദേശിക കക്ഷി നേതാക്കളെയും ഒക്കെ വിലക്ക് വാങ്ങാൻ എവിടുന്നാണ് ഈ BJPക്ക് ഇത്രയധികം പണം? ഈ കേരളത്തിനകത്തും നമ്മൾ കണ്ടതാ വലിയ രീതിയിൽ പണം ഇറക്കിയിട്ടുള്ള ഇവരുടെ പ്രചരണം. എവിടുന്ന ഇവർക്ക് പണം? കോർപ്പറേറ്റുകളുടെ പണമാണ്.
കോർപ്പറേറ്റുകളുടെ പണം അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തതിന്, അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് ഇവർ വാങ്ങിയെടുക്കുന്ന പണം, ആ പണം തെരഞ്ഞെടുപ്പിന് ഉപയോഗപ്പെടുത്തി ഇവരുടെ മുമ്പിൽ രാഷ്ട്രീയമായി പോരടിച്ചു നിൽക്കുന്നവരെ ഏതൊക്കെ തരത്തിൽ വിലക്കെടുക്കാൻ പറ്റുമോ അങ്ങനെ വിലക്കെടുക്കാനുള്ള പരിശ്രമം ഇവർ നടത്തുന്നുണ്ട്. ആ പരിശ്രമങ്ങളെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകണം. അത് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ആ പരിശ്രമങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ കോൺഗ്രസിൻ്റെതായ റോൾ വഹിക്കേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെതായ രീതിയിൽ കുറെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ട്. കോൺഗ്രസ് ഇവിടെ മറ്റൊരു സമീപനത്തിലേക്ക് പോകരുത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മധ്യപ്രദേശിൽ നമ്മൾ കണ്ടു, SP-യുടെ ഭാഗത്തു നിന്ന് അഖിലേഷ് യാദവിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടതാ. എന്താ പറഞ്ഞത്? ഇന്ത്യ കൂട്ടായ്മയെ കോൺഗ്രസ് വഞ്ചിച്ചു എന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. അഖിലേഷ് യാദവിന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യ മുന്നണിയെ കോൺഗ്രസ് വഞ്ചിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. കോൺഗ്രസ് കുറച്ചുകൂടി പൊളിറ്റിക്കൽ ഡിപ്ലോമസി കാണിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് കൂടുതൽ വിശാലമായ താല്പര്യത്തോടുകൂടി, കാഴ്ചപ്പാടോടുകൂടി ഈ രാഷ്ട്രീയ സാഹചര്യത്തെ നോക്കിക്കാണണം. അങ്ങനെ നോക്കിക്കണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട്. ഈ 5 സംസ്ഥാനങ്ങളിൽ നമുക്കൊക്കെ അറിയാം, ഈ സിറ്റിംഗ് സീറ്റിൽ പോലും, SP-യുടെ സിറ്റിംഗ് സീറ്റിൽ പോലും സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസ്. അതൊക്കെ തെറ്റ് തന്നെയാ. അങ്ങനെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റുന്നിടത്ത് ചെയ്യണ്ടേ? രാജസ്ഥാനിൽ CPM-ന്റെ 2 സീറ്റ് ജയിച്ച സീറ്റാ. ആ 2 സീറ്റ് CPM-ന് കൊടുക്കണ്ടേ ഇവര്? അങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കേണ്ട സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇതിലെ പാളിച്ചകളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇതിൽ ഉറപ്പിച്ച് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP വിരുദ്ധ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട്, BJP വിരുദ്ധ MP-മാരെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട്, അവരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് അധികാരത്തിലേക്ക് വരണം. ആര്? മതനിരപേക്ഷ മുന്നണികൾ. അങ്ങനെ ആ മുന്നണി അധികാരത്തിൽ വരുന്ന സമയത്ത് അന്നത്തെ സാഹചര്യത്തിൽ വേണം അവിടെ അതിൻ്റെ ഒരു നേതൃത്വവും അതിൻ്റെ ഒരു സംവിധാനവും ഒക്കെ ആ തരത്തിൽ രൂപപ്പെടുത്താൻ. അല്ലാത്ത കക്ഷിയിൽ ഇവിടെ ഈ പറയുന്നത് പോലെ നിതീഷ് കുമാർ, ലല്ലു പ്രസാദ്, മമതാ ബാനർജി, അതുപോലെ തന്നെ കെജ്രിവാൾ, അഖിലേഷ് യാദവ്, നിരവധി പ്രാദേശിക നേതാക്കന്മാർ, അവരൊക്കെ രാജ്യത്ത് വലിയ തലയെടുപ്പുള്ള വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ മതനിരപേക്ഷ മുന്നണിക്ക് കരുത്തു പകരാൻ പറ്റുന്ന തരത്തിലുള്ള നേതൃത്വമാണ്. ആ നേതൃത്വത്തിനൊക്കെ ആ അർത്ഥത്തിൽ പരിഗണന കൊടുത്ത് മുന്നോട്ട് പോകുന്നതിൽ എല്ലാവരും തയ്യാറാകണം. അതിൽ കുറച്ചധികം താല്പര്യത്തോടുകൂടി, വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഈ കോൺഗ്രസിന്റെ ഈ അധികാര രാഷ്ട്രീയത്തോടുള്ള വല്ലാത്ത താല്പര്യം മാറ്റി നിർത്തി ഈ പറയുന്ന തരത്തിൽ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും BJP-യെ പരാജയപ്പെടുത്താൻ സാധിക്കും. ആ മുന്നണിയെ അങ്ങനെ അധികാരത്തിന് വേണ്ടിയല്ല, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രമല്ല, BJP-യെ പരാജയപ്പെടുത്താൻ, വർഗീയതയെ പരാജയപ്പെടുത്താൻ, ഭരണഘടനയെ സംരക്ഷിച്ചു നിർത്താൻ എന്നുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വരുമ്പോ സ്വാഭാവികമായും ഈ രാജ്യത്ത് വലിയ മുന്നേറ്റം ഉണ്ടാകും. ആ മുന്നേറ്റത്തെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ മുന്നേറ്റത്തെയാണ് ഞങ്ങളും ഈ രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികളും ആഗ്രഹിക്കുന്നത്. ശ്രീ KP നൗഷാദ്, ഇതാ ഈ JDU മാത്രമല്ല കോൺഗ്രസും ടാർഗറ്റാണ് BJP-യുടേത്. അതായത് ഈ മാജിക്കൽ നമ്പർ തികയ്ക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് HAM-ൽ ചില അസ്വസ്ഥതകൾ ഉള്ളത് കൊണ്ട് അതിൽ അങ്ങ് നേരത്തെ പ്രതീക്ഷ വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ പാളയത്തു നിന്ന് തന്നെ MLA-മാരെ തേടുന്നുണ്ട് പകരം BJP. നിങ്ങൾക്കത് BJP-യുടെ നറേറ്റീവ് എന്ന് പറയാൻ കഴിയില്ല. കാരണം അവരത് പലതവണ വിളവെടുത്തിട്ടുള്ള ഇടമാണ്. എവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഓപ്പറേഷൻ കമല എവിടെയൊക്കെ അരങ്ങേറിയിട്ടുണ്ടോ അവിടെയൊക്കെ കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് BJP പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് കണ്ണടച്ചു നിൽക്കുന്നത് സ്വന്തം കാൽക്കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് കാണാതിരിക്കലാകും. മാധുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ കുറച്ച് BJP-യുടെ മുന്നേറ്റത്തിൻ്റെ കഥകൾ പറഞ്ഞു. അതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുതയൊന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി എന്നാണ് ഇവർ പറയുന്നത്. മാധു, ഇവിടെ ലോകത്തെ എല്ലാ സാമ്പത്തിക ശക്തികളായ രാജ്യങ്ങളും അവരുടെ GDP കണക്കാക്കുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഓഫ് എക്കണോമിക് അനാലിസിസ് എന്നൊരു മാർഗേണയാണ്. ഇന്ത്യ രാജ്യവും വർഷങ്ങളായിട്ട് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ 2015 ശേഷം നരേന്ദ്രമോദി ചെയ്യുന്നത് ഇന്ത്യക്ക് മാത്രമായിട്ട് ചില കൃത്രിമ ഫോർമുലകൾ ഉണ്ടാക്കി GDP കൂട്ടിക്കാണിക്കാൻ പാകത്തിലുള്ള ഒരു അഭ്യാസമാണ് ഇവിടെ നടത്തുന്നത്. അങ്ങനെ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ നമ്മൾ മുന്നേറി എന്ന് പറഞ്ഞ് കബളിപ്പിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് സദയം മനസ്സിലാക്കണം. ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ GDP വളർച്ച കണ്ടിട്ട് പരിഹസിക്കുകയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. കാരണം അവർക്ക് ഈ കള്ളക്കളി കൃത്യമായിട്ട് അറിയാം. ഇനി GDP കൂടുമ്പോൾ പണപ്പെരുപ്പം കുറയണം, അതുപോലെ തന്നെ പട്ടിണി കുറയണം,
അതുപോലെ തന്നെ സാമ്പത്തിക അസമത്വം ഇല്ലാതാകണം, അതുപോലെ തന്നെ ഇവിടുത്തെ ദാരിദ്ര്യത്തിൻ്റെ തോത് കുറയണം, പ്രതിശീർഷ വരുമാനം കൂടണം. ഇതൊന്നും ഈ രാജ്യത്ത് നടക്കുന്നില്ല. അപ്പോൾ ഇതൊരു ഏട്ടിലെ പശുവായിട്ട് ഇതിങ്ങനെ നിൽക്കുകയാണ് GDP എന്നുള്ളത് അറിയണം. രണ്ടാമതായിട്ട് ഇവിടെ ദാരിദ്ര്യം കുറയുന്നു എന്നാണ് പറയുന്നത്. ദാരിദ്ര്യം എല്ലാ കാലവും അളന്നിരുന്നത് 10 ഇൻഡെക്സുകൾ, സൂചികകൾ വെച്ചിട്ടാണ്. ഇപ്പോൾ BJP എന്ത് ചെയ്യുന്നു? അതിൻ്റെ കൂടെ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ഇന്ത്യ മുന്നേറ്റം കൈവരിച്ച മാതൃ ആരോഗ്യവും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും അതിൻ്റെ കൂടെ ചേർക്കുന്നു. അപ്പോൾ ദാരിദ്ര്യം കുറഞ്ഞതായിട്ടൊരു കണക്ക് കാണിക്കാൻ സാധിക്കും. ഇനി ഈ രാജ്യത്തെ നിക്ഷേപത്തിൻ്റെ കാര്യം എടുത്താൽ ഇവിടുത്തെ SBI, LIC ഒക്കെ അദാനിക്കും അംബാനിക്കും ഒക്കെ ത്രോ എവേ പ്രൈസിന് വിൽക്കും. അവർ കൊടുക്കുന്ന പണം SBI മേടിച്ചു വെക്കും. എന്നിട്ട് അദാനി ലോണിന് അപേക്ഷ കൊടുക്കും. ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ഈ പണം വീണ്ടും അദാനിക്ക് എടുത്ത് കൊടുക്കും. അത് അദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ BJPക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ പോയി നിക്ഷേപിക്കും. അപ്പം നിക്ഷേപ വർധന ഉണ്ടായി എന്നിവർ കൊട്ടിഘോഷിക്കും. ഇവിടെ CAG റിപ്പോർട്ട് കൊടുത്തു മരാമത്ത് പണികളിലൊക്കെ വലിയ അഴിമതിയാണെന്ന്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ CAGയുടെ ഒരു റിപ്പോർട്ടും പുറം ലോകം കാണിക്കണ്ട എന്ന്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഈ രാജ്യം മുന്നേറുന്നത്. നമ്മളൊക്കെ ഇവിടെ വിഡ്ഢികളാവുകയാണ്. ആ ഒറ്റ ആശയം മതി BJP എതിർക്കാൻ, ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഒരുമിച്ച് നിൽക്കാൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഇനി ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മുടെ രാജ്യത്തൊക്കെ കാലാകാലങ്ങളിൽ ഈ കുതിരക്കച്ചവടം, ഇതുപോലെയുള്ള ആളുകളെ കൂറുമാറ്റിക്കലുകൾ, ഇതൊക്കെ രാഷ്ട്രീയ അധാർമികതയുടെയും മൂല്യച്യുതിയുടെയൊക്കെ വലിയ ചിഹ്നങ്ങളായിട്ട് വിളംബരം ചെയ്യുകയും അത് ചെയ്യുന്ന ആളുകളെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ജനമനസ്സുകളിൽ അവരൊരു വില്ലൻ പരിവേഷത്തോടുകൂടി നിൽക്കുകയും ചെയ്യുന്നൊരു കാലമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ എല്ലാം BJP തകിടം മറിച്ചതുപോലെ ഇത്തരത്തിൽ ആളുകളെയൊക്കെ സാമഭേദ ദണ്ഡങ്ങൾ പ്രയോഗിച്ച് കടത്തിക്കൊണ്ടു പോകുന്നത്, ഭീഷണിപ്പെടുത്തി ഒപ്പം ചേർക്കുന്നതിനെയൊക്കെ ഒരു വീരപരിവേഷത്തോടു കൂടി അവതരിപ്പിക്കുന്ന പ്രതിലോമകരമായ ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ് ഈ രാജ്യത്ത് സംജാതമായിരിക്കുന്നു. അതിന് അരുകി നിൽക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം താങ്കളും ചാനലൊന്നും സ്വീകരിക്കരുത്. അതൊരു അധാർമിക പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ഭരണാധികാരമുള്ളവർക്ക് വായനയുടെ ഒന്നും ഒരു കാര്യവുമില്ല. അങ്ങനെയുടെ ഒരു വായനയ്ക്ക് ഇവിടെ യാതൊരു പ്രസക്തിയും ഇല്ലതാനും. ഈ പറയുന്ന കുതിരക്കച്ചവടത്തിന്റെ എതിര് നിൽക്കുന്നത് എന്താണ്? അതിന്റെ ഇപ്പുറത്തെ വശത്ത് നിൽക്കുന്നത് പ്രത്യയശാസ്ത്ര സ്ഥൈര്യമില്ലായ്മയാണ്. കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ നിങ്ങൾ സീറ്റ് കൊടുത്ത് MLA-മാരാക്കി ഇറങ്ങി പോകുന്നിടത്ത് അല്ല, BJPക്ക് അരികെ നിൽക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടായിരിക്കാം, അവർ അത്തരം നെറേറ്റീവുകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരിക്കാം. അത്തരം താല്പര്യം ഇവിടെ ഇല്ല, അങ്ങനെ ആരോപിച്ചു പോവുകയും വേണ്ട. പറഞ്ഞോളൂ. അല്ല, ഞാൻ അങ്ങനെ ഒരു താല്പര്യം മാതൃഭൂമിക്കോ താങ്കൾക്കോ ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ കൂടുതൽ അതിനെ എതിർക്കാനാണ് സമയം ചെലവഴിക്കേണ്ടത്. നിങ്ങൾ ഗോപാലകൃഷ്ണനോടാണ് ചോദിക്കേണ്ടത് എന്തൊരു നാണം കെട്ട നടപടിയാണ് എന്ന ചോദ്യം അദ്ദേഹത്തിനോടാണ് ചോദിക്കേണ്ടത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ചോദിക്കാനുള്ളത് അദ്ദേഹത്തോടും അങ്ങയോട് ചോദിക്കാനുള്ളത് അങ്ങയോടും ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് എന്ത് എന്ന് അങ്ങ് എന്നോട് നിർദ്ദേശിക്കുമ്പോൾ അങ്ങയോട് ചോദിക്കാനുള്ളത് എന്ത് എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചാൽ എങ്ങനെയിരിക്കും? അതൊന്നും നടപ്പുള്ളതോ നല്ല രീതികളോ അല്ല. ശ്രീ KP നൗഷാദ് പറഞ്ഞോളൂ. ഞാൻ നിർദ്ദേശം വെക്കാൻ ഞാൻ ആളല്ല. ഞാൻ എൻ്റെ ഒരു ആത്മഗതമെന്നോണം എൻ്റെ ഒരു നിരീക്ഷണമാണ് നിങ്ങളോട് പങ്കുവെച്ചത്. അത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. അപ്പോൾ അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ കേന്ദ്ര ഭരണാധികാരം കയ്യിലുള്ളവർ, ഈ നാട്ടിലെ മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങളെയും വരുതിക്ക് നിർത്തിയവർ, ഈ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങളെയൊക്കെ കൂച്ചുവിലങ്ങിട്ട് സ്വന്തം പിറകെ നടത്തുന്നവർ, അവർ എല്ലാ ഏജൻസികളെയും അങ്ങേയറ്റം ദുരുപയോഗം ചെയ്യുന്നവരാണ്. അവർ സോണിയാഗാന്ധി തൊട്ടുള്ള ആളുകളെയൊക്കെ അതിൻ്റെ ഫ്രെയിമിനകത്ത് പെടുത്താൻ ശ്രമിച്ചു പോകുന്നവരാണ്. അവർ പല ആളുകളെയും ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ഒക്കെ മുൻകാലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിൻ്റെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം ഇവിടെ ശാരദ ചിറ്റ് ഫണ്ട് കേസിലൊക്കെ പ്രതിയായിരുന്നു. ED അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സമയം നിശ്ചയിച്ച് നിൽക്കുന്നത് നേരത്താണ്. അദ്ദേഹം BJP പോയി ചേർന്ന് ഇന്ന് ആസാമിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ യാതൊരു കേസും ഇല്ല. അദ്ദേഹം വളരെ സ്വസ്ഥതയോട് കൂടിയിട്ട് ആ വലിയ വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയമൊക്കെ വിളമ്പി മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇത്തരത്തിലാണ് BJPയുടെ രീതികൾ. ആ കെണിയിൽ വീണ ചില നിർഭാഗ്യവാന്മാരൊക്കെ ഉണ്ടായി എന്നിരിക്കാം. പക്ഷേ അത് എല്ലാ കാലത്തും നടക്കുമെന്നോ അത് എല്ലാവരിലും വിലപ്പോവുമെന്നോ അതിനർത്ഥമില്ല. ഏതായാലും ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വളരെ കൃത്യമായ മുൻകരുതലുകൾ ആ സംസ്ഥാനത്ത് എടുത്തിട്ടുണ്ട്. 19 MLA-മാരെ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. BJPക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാം. അവർ അന്തരീക്ഷം കലുഷിതമാക്കാൻ ഒരുപക്ഷെ RJD-യുടെ നേതൃത്വത്തിൽ 8 എണ്ണം ഒപ്പിക്കാനുള്ള ശ്രമങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ പരത്തുന്നുണ്ട് എന്നതിൻ്റെ അപ്പുറത്ത് ബീഹാറിൽ നിന്നുള്ള വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ശരി. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഈ സുശീൽ മോദി ആയിരിക്കും ഉപമുഖ്യമന്ത്രി എന്നതടക്കമാണ്
പൊളിറ്റിക്കൽ സോഴ്സുകൾ വെളിപ്പെടുത്തുന്ന കാര്യം. അത്രത്തോളം ആ ചർച്ചകൾ സജീവമായിട്ടുണ്ട്. ഇനി പ്രതിപക്ഷ നിരയിലേക്ക് നിതീഷ് കുമാറിനെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് സുശീൽ മോദി ഇന്ന് പറയുന്നുണ്ട്. ആരുടെയും വാതിലുകൾ അടച്ചിട്ടില്ല എന്ന്. അദ്ദേഹത്തെ നമുക്കറിയാം, BJPയുടെ സംസ്ഥാന ഘടകത്തിന് BJPയുടെ നേതാവാണ് സുശീൽ മോദിയെങ്കിലും നിതീഷിന്റെ വിശ്വസ്തനാണ് എന്നതടക്കം പരാതി ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. പിന്നീട് ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനമടക്കം ചില പ്രശ്നങ്ങളിൽ പെടുകയും ചെയ്തത്. അത്രത്തോളമൊക്കെ നിതീഷ് കുമാറിനെ ഒപ്പം നിർത്താനുള്ള സമവാക്യങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞുവോ? അല്ല, അതിനൊക്കെ ഉത്തരം പറയാം. അതിനു മുമ്പ് ഒരു 5-6 കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എൻ്റെ ഈ 2 സുഹൃത്തുക്കൾ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് സൂചിപ്പിച്ചോട്ടെ. ഒന്നാമത്തെ കാര്യം BJP കിട്ടിയ വോട്ട് പെർസെൻറ്റേജിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട CPM-ൻ്റെ പ്രതിനിധി ഇന്ത്യയിലെ ലോകസഭയിലെ 2019 നടന്ന ലോകസഭയിലെ തെരഞ്ഞെടുപ്പിലെ വോട്ടിൻ്റെ പെർസെൻറ്റേജൊക്കെ ഒന്ന് പഠിച്ചിട്ട് വന്നിട്ട് ചർച്ച ചെയ്യണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 42% വോട്ടാണ് BJP കിട്ടിയത്, 37 അല്ല. ആ 42ൻ്റെ കൂടെ BJDയുടെയും അതേപോലെ തന്നെ ജഗൻ്റെയും എല്ലാം വോട്ട് കൂട്ടണം, NDA സഖ്യത്തിൻ്റെ വോട്ട് കൂട്ടണം. അങ്ങനെ കൂട്ടുമ്പോൾ അത് 51% മുകളിലാവും. പിന്നെ നിങ്ങൾ ഭരിക്കുന്ന കേരളത്തിൽ 50% വോട്ടിന് മുകളിൽ കിട്ടിയാണോ ഭരിക്കുന്നത്? നിങ്ങൾ ആ പറയുന്നതൊക്കെ അർത്ഥശൂന്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുന്നു കള്ളപ്പണം ഇവിടെ 15,000 കോടി രൂപയാണ് കള്ളപ്പണം പിടിച്ചത്. 15,000 കോടി ED കൊണ്ട് സറണ്ടർ ചെയ്തിരിക്കുന്നത്. 15,000 കോടി. അതിനകത്തുണ്ടല്ലോ 100 കോടി കള്ളപ്പണം ഈ കരുവന്നൂരിൽ വെളുപ്പിച്ചു CPM. അവരെയാണ് ED കൊണ്ട് അകത്തിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് EDയോട് വിഷമം ഉണ്ടാവും. കള്ളപ്പണം എവിടെ നിന്നൊക്കെയാണ്? നിങ്ങളുടെ കരുവന്നൂർ ബാങ്കിൽ നിന്ന് വരെ കള്ളപ്പണം വെളിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അദാനിക്കെതിരായിട്ട് സംസാരിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യും, ധൈര്യം ഉണ്ടെങ്കിൽ അദാനിയെ പിടിച്ച് പുറത്താക്ക്. അദാനിക്കെതിരെ സംസാരിക്കുന്ന ആണത്വമുണ്ടെങ്കിൽ അദാനിയെ ആ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് പുറത്താക്കണം. അതിനുള്ള തൻ്റെ ഇടമില്ലാത്തവർ അദാനിയുടെ അപ്പം കഴിച്ചിട്ട് അദാനിയെ തെറി പറയുന്നത് നാണക്കേട് സാർ. നിങ്ങൾ പുറത്താക്കിയിട്ട് സംസാരിക്കുക, അതല്ലേ അന്തസ്. പിന്നെ തൊഴിലില്ലായ്മയുടെ കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയെ വളർന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. നിങ്ങൾക്കത് അനുഭവിക്കില്ല, നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം നിങ്ങളെ സകല നേതാക്കന്മാരെയും SFIക്കാരെയും പിന്നിൽ കൂടെ തിരികെ കയറ്റുകയാണല്ലോ. പാവപ്പെട്ട ഈ നാട്ടിലെ ചെറുപ്പക്കാർ, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുക വിദേശ രാജ്യങ്ങളിലേക്ക്. മനസ്സിലായോ? അപ്പോൾ ഈ നാട്ടിലാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ തൊഴിലില്ലായ്മയുടെ പേരിൽ എന്തേ നിങ്ങൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഒരു വലിയ സമരം സംഘടിപ്പിക്കുക? എന്താ നിങ്ങൾക്ക് പറ്റാത്തത്? നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. ഇന്ത്യ മുഴുവൻ BJPയുടെ ആ മോദിയുടെ ഒപ്പം സഞ്ചരിക്കുമ്പോൾ ഇന്ത്യ വളരുമ്പോൾ അസൂയ ഉണ്ടാവും. നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞല്ലേ നൗഷദ് അലി, ഞങ്ങളെ വിഡ്ഢികളാക്കുന്നു. നിങ്ങൾ വിഡ്ഢികൾ തന്നെയാ. നിങ്ങൾ 60 വർഷം ഭരിച്ചപ്പോൾ ദാരിദ്ര്യം തീർക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ദാരിദ്ര്യമുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്. ഇന്ത്യയിൽ ഇപ്പോഴും ദാരിദ്ര്യമുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ 60 വർഷം നിങ്ങൾ പിന്നെ എന്തും മണ്ണാങ്കട്ടയ്ക്കാണ് ഭരിച്ചത്? ഈ ദാരിദ്ര്യം തീർക്കാൻ കഴിവില്ലാതെ 60 വർഷം ഭരിച്ച നിങ്ങളാണോ 10 വർഷം ഭരിച്ച മോദിയോട് ദാരിദ്ര്യമുണ്ടെന്ന് പറയുന്നത്? പിന്നെ നിങ്ങൾ പറയുന്നു സാമ്പത്തിക രംഗത്ത് വളർച്ചയില്ല. എൻ്റെ പൊന്നു ചങ്ങാതി, കഴിഞ്ഞ ഒരു ചാനൽ ചർച്ചയിൽ കേരളത്തിലെ ഒരു പ്രഗത്ഭനായ സാമ്പത്തിക വിദഗ്ധൻ താങ്കളെ എങ്ങനെയാണ് പറഞ്ഞതെന്ന് ഞങ്ങളൊക്കെ കണ്ടതാ. വേറെ എങ്ങും പോണ്ട. IMF ഉണ്ട്, ലോകബാങ്കുണ്ട്, ലോക സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഈ ഭാരതത്തിലെ സാമ്പത്തിക വിദഗ്ധന്മാരുണ്ട്. അവരോട് ചോദിക്ക് GDP എങ്ങനെയാണ് കണക്കാക്കിയത്. IMF ലോകബാങ്കും എന്താ പറയുന്നത് മനസ്സിലാക്ക്. ലോകരാജ്യങ്ങൾ ഭാരതത്തെ അംഗീകരിക്കുകയാണ്. ലോകരാജ്യങ്ങളുടെ നെറുകയിലേക്ക് ഭാരതം വരിക. നിങ്ങൾക്ക് അസൂയ ഉണ്ടാവും. നിങ്ങൾ പറയുന്നു ഇപ്പോൾ GDP വളർന്നിട്ടില്ല, നിങ്ങൾ പറയുന്നു സാമ്പത്തികമില്ല. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ FDI എന്ന ഇപ്പോഴാ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഭരിച്ച കാലഘട്ടത്തിൽ നമ്മൾക്ക് ഈ പറയുന്ന അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ഈ GDP സംബന്ധിച്ച മാനിപ്പുലേഷൻ നടത്തി എന്നൊരു ആരോപണം മുന്നോട്ട് വെച്ചു. അത് ശരിയാണ്, അത് അംഗീകരിക്കാതെ പോകാൻ കഴിയില്ല. അത് ആയിക്കോട്ടെ, ഞാനത് നിങ്ങൾ അംഗീകരിച്ചോളൂ. ഞാനെന്താ പറഞ്ഞത്? ലോകബാങ്കും IMFും ലോകരാജ്യങ്ങളുടെ സമുച്ചയമാണ്, സാമ്പത്തിക കേന്ദ്രമാണ്. ഇനി ഈ ഭാരതത്തിലെ സാമ്പത്തിക വിദഗ്ധന്മാർ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഇതേ വാദം ഇദ്ദേഹം വേറൊരു ചാനൽ ഉന്നയിച്ചപ്പോൾ അവിടുത്തെ സാമ്പത്തിക വിദഗ്ധൻ, ആ പരിപാടി പങ്കെടുത്ത BJPക്കാരനല്ലാത്ത ഇടതുപക്ഷത്തിലുള്ള ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു നോക്ക്. വളരെ കൃത്യമായിട്ട് ഇതേ ചർച്ച ഉണ്ടായപ്പോൾ. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ 60 വർഷത്തെ ഭരണത്തിൽ വിദ്യാഭ്യാസം കൊടുത്തില്ല ജനങ്ങള്. മനസ്സിലായി മിസ്റ്റർ? ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ സംസാരിക്കരുത്. അതെ, ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ലല്ലോ. അതൊരു മാന്യത കാണിക്കേ.
അല്ല അബദ്ധമായിക്കോട്ടെ എന്ന് കുഴപ്പമില്ലാന്ന് ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പം മിണ്ടിയില്ലല്ലോ. ആ മര്യാദ കാണിക്ക്. അബദ്ധം ആരാണ് പറയുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം, ഈ നാട്ടിലെ സാമ്പത്തിക വിദഗ്ധന്മാർക്കറിയാം, ഈ നാട്ടിലെ സമ്പദ്ഘടനയുടെ പുഷ്കലതയെക്കുറിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നാട്ടിലെ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിയൽ മുന്നണിയായി നിങ്ങൾ തകരുന്നത്. നിങ്ങൾ ഈ ചാനൽ വന്നിട്ട് GDP ഇല്ല, വളർച്ചയില്ല, ദാരിദ്ര്യ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. 60 വർഷം ഇന്ത്യ ഭരിച്ച നിങ്ങൾക്ക് ഈ നാടിനെ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് BJP-യുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും സാമ്പത്തികത്തിലാണെങ്കിലും. ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് ഒരു വാക്കുകൂടി പറഞ്ഞു. ശ്രീ KP നൗഷാദ് അലി, ജോഡോ യാത്രയും ജോഡോ ന്യായ് യാത്രയും കഴിയുമ്പോഴേക്കും ഇന്ത്യ സഖ്യം ഏതാണ്ട് ഇല്ലാതാകും എന്നുള്ളതാണ് BJP-യുടെ പരിഹാസം. ഇന്ത്യയെ കൂടുതൽ അറിയുക, BJP-ക്കെതിരെ വലിയ പ്രതിരോധമുണ്ടാക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എക്സസൈസ് ആണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. അത് കഴിയുമ്പോഴേക്കും മുന്നണി തകരുമോ? ഇവിടെ ആദ്യമായിട്ട് എനിക്ക് കാര്യം പറയാനുള്ളത്, ഗോപാലകൃഷ്ണൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ ഏതോ ഒരു ചർച്ചയിൽ ഞാൻ ഈ പറഞ്ഞ കണക്കുകളെ ആരോ പൊളിച്ചു, എന്നെ എന്തോ പറഞ്ഞു എന്നൊക്കെ. ഞാൻ ഈ GDP കണക്ക് കൂട്ടുന്നതിലെ പാകപ്പിഴവുകളെ കുറിച്ചും ഈ പറഞ്ഞ ദാരിദ്ര്യരേഖ കണക്ക് കൂട്ടുന്നതിലെ അഡീഷണൽ ഇൻഡെക്സുകൾ ചേർത്തതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇവിടുത്തെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനോ നീതി ആയോഗിൻ്റെ CEO BVR സുബ്രഹ്മണ്യനോ പോലും എതിർക്കാൻ കഴിയില്ല. അതൊരു ഫാക്റ്റാണ്. അതിനെ പിന്നെ ഏത് സാമ്പത്തിക വിദഗ്ധം പറയുന്ന പറഞ്ഞത്. ഞാൻ പരകാല പ്രഭാകരൻ കൂടുതൽ മനസ്സിലാക്കിയത് അവര് നിർമ്മലാ സീതാരാമന്റെ ഭർത്താവാണ്. അല്ല ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആർക്ക് ഏത് വായ ഏത് അടക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക ചർച്ചയ്ക്ക് തോന്നുന്നതാണ്. സാമ്പത്തിക ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? സാമ്പത്തിക ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? ഇനിയിപ്പോൾ അദ്ദേഹം സംസാരിക്കട്ടെ. ഞാനൊരൊറ്റ ചോദ്യം നാളും സമയവും കുറിച്ചോളൂ. ഞാൻ തയ്യാറാണ്. തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണോ? ഞാൻ വരാം. ആരോപണങ്ങൾ ഉന്നയിച്ച് ആർക്കും ഒന്നും മനസ്സിലാകാതെ ഒരു പരിസമാപ്തിയും ഇല്ലാതെ അവസാനിപ്പിച്ചു പോകുന്നത് ശരിയല്ല കേട്ടോ. അതുകൊണ്ടാണ് അത് ശരിയല്ല. മാധു പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം കൂടെ ഞാൻ പറഞ്ഞുതരാം. മാധു ഇവിടെ ഈ പിന്നെ ഇന്ത്യ മുന്നണി രംഗപ്രവേശം ചെയ്തപ്പോൾ തന്നെ BJP പരിഭ്രാന്തരാവുകയും നേരത്തെ നിങ്ങൾ പറഞ്ഞ ഈ ജിതിൻ റാം മാഞ്ചി അടക്കം ഇവരകറ്റി നിർത്തിയിരുന്ന സകല ചെറുകക്ഷികളെയും ചേർത്ത് നിർത്തിയിട്ട് ഇന്ത്യ മുന്നണിയിൽ 27 ഞങ്ങളുടെ കൂടെ 39 ഉണ്ട് എന്നൊക്കെ JP നഡ്ഡ തന്നെ പരസ്യ പ്രസ്താവനയൊക്കെ ഇറക്കിയൊക്കെ ചെയ്തൊരു സാഹചര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അവർക്ക് അന്ന് മുതലേ ഈ മുന്നണിയുടെ കടന്നുവരവിൽ വലിയ എംബരാസ്ഡ് ആയിട്ടുള്ളൊരു മനസ്സാണുള്ളത്. ഒന്നിച്ചു നിർത്താൻ ഒരു നേതാവിന്റെ അഭാവം അത് വലിയ ഘടകമാണ്. അങ്ങനെ ഒരാൾ സാഹചര്യങ്ങളൊക്കെ അവർ പരീക്ഷിക്കും. അതിലൊന്നും ഈ ഇന്ത്യ മുന്നണിക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല. മാധു, അല്ല, രാഷ്ട്രീയത്തിന്റെ പിന്നിലാണ് ആളുകൾ അണിനിരക്കേണ്ടത്. ഇവിടെയുള്ള രാഷ്ട്രീയം മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം. ആ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ അണിനിരക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പിന്നെ ഈ ഗോപാലകൃഷ്ണന്റെ ഒരു അവതരണം എന്തെന്ന് വെച്ചാൽ നുണ പറഞ്ഞ് ഇവിടെ അങ്ങ് എന്തെങ്കിലും സ്ഥാപിച്ചെടുക്കാം എന്നുള്ളതാണ്. ഇദ്ദേഹം ഇപ്പോ നിയമനത്തിന്റെ കാര്യം പറഞ്ഞു. UPSC പുറത്തുവിട്ട ഒരു കണക്ക് കഴിഞ്ഞ ദിവസം മനോരമ പത്രം തന്നെ പുറത്തുവിട്ടു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ചർച്ച സംഘടിപ്പിച്ചത് വളരെ സവിശേഷമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ്. പല കണക്കുകൾ, പല സാങ്കേതിക കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും അതൊരു രാഷ്ട്രീയമായ അടിയന്തര ഘട്ടമാണ്. അവിടെ നിൽക്കുമ്പോഴും എന്താണ് പ്രയോറിറ്റി എന്നുള്ളത് ഈ പറയുന്ന ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് മാറുന്നില്ല എന്നതാണ്. എങ്ങനെയാണ് BJP മുന്നോട്ട് വെക്കുന്ന സ്ട്രാറ്റജിയെ നേരിടേണ്ടത് എന്നതറിയാതെ പോകുന്നിടത്താണ് ചെന്നെത്തി നിൽക്കുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർ.